ശ്രീകുമാർ, കോൺഗ്രസ് ഈ വിഷയത്തിൽ പുറമേ നിന്ന് കാഴ്ച കാണുന്ന ഒരു സമീപനമാണ്, അതായത് അവർ തമ്മിൽ തീർക്കട്ടെ എന്നൊരു നിലപാടാണോ എടുക്കുന്നത്? കാരണം എങ്ങനെയാണ് സഭാ നേതൃത്വം പിന്നീട് BJP-യുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയത്? എത്ര ശക്തമായിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ വേണ്ടി പ്രവർത്തിച്ചത്? ഏതൊക്കെ തരത്തിൽ ഇടപെട്ടു എന്നുള്ളതും കേരളം കണ്ടതാണല്ലോ. നോക്കൂ ശ്രീമതി സ്മൃതി, കോൺഗ്രസ് ഏതെങ്കിലും ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ല ഈ വക കേസുകളിലൊക്കെ ഇടപെടുന്നത്. കോൺഗ്രസ് പരമ്പരാഗതമായിട്ട് ഏത് സമുദായത്തിന്റെ വ്യക്തികളോടും കാണിക്കുന്ന ഒരു സമീപനം ഇവിടെയും കാണിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ ക്രിസ്ത്യൻ സമുദായവും അതുപോലെ സഭാ നേതൃത്വവും സഭാ വിശ്വാസവും ഒക്കെ പ്രകടിപ്പിക്കുന്ന രണ്ടുതരം രാഷ്ട്രീയമാണ്. സഭാ നേതൃത്വത്തിന്റെ കാലാകാലങ്ങളായുള്ള രാഷ്ട്രീയം സഭാ വിശ്വാസികൾ പൂർണ്ണമായും ഏറ്റെടുത്തിട്ടില്ല, ഏറ്റെടുക്കണമെന്നുമില്ല. അതുപോലെ CPM ഓരോരോ കാലത്തും അവര് സമുദായങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. അതൊരു അവസരവാദ സമീപനമാണ്. ഈ അവസരവാദ സമീപനം കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് കോൺഗ്രസ് മൃദു സമീപനം BJP-യോട് സ്വീകരിക്കുന്നു, കോൺഗ്രസ് മൃദു സമീപനം ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്നൊക്കെ അവർ പറയുന്നത്. ഇവിടെ ഗോവിന്ദസ്വാമി എന്നതിനോട് ഉപമിച്ചതിൽ ഒട്ടും ശരിയല്ല, പൂർണ്ണമായും തെറ്റാണ്. പക്ഷേ ഈ ക്രൈസ്തവ സഭാ നേതാക്കളെ ഫാസിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി നികൃഷ്ടജീവി എന്ന് ഒക്കെ വിളിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ തന്നെ പാർട്ടിയും പ്രതികരിക്കേണ്ടതായിരുന്നു, അന്ന് പ്രതികരിച്ചിട്ടില്ല. അത് ഏത് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയാലും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ഇവിടെ കോൺഗ്രസ് കാഴ്ചക്കാരാണോ എന്ന് ചോദിച്ചു. എന്തിനാ ഇവിടെ കാഴ്ചക്കാരാവേണ്ട കാര്യം എന്താ? കോൺഗ്രസ് അല്ലേ ആക്ട് ചെയ്തത് ശ്രീമതി സ്മൃതി? കോൺഗ്രസിന്റെ MLA എന്റെ സഹോദരനാണെന്ന് ആ കന്യാസ്ത്രീയുടെ സഹോദരൻ പറഞ്ഞ ഓർമ്മയില്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശവ്യാപകമായിട്ട് ഒറ്റ നയമല്ലേ ഉള്ളൂ. ആ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോ സമീപനവും ഓരോ ഘട്ടത്തിൽ മാറി മാറി എടുക്കാറില്ല. ഇപ്പൊ കേരളത്തില് പള്ളിയെ തള്ളിപ്പറഞ്ഞു വന്നാൽ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ കൂടെ കൂട്ടാമെന്ന് EMS പറഞ്ഞ ഓർമ്മയില്ലേ? പക്ഷെ അതേ CPM തന്നെ ഇവിടെ മാർ പാമ്പ്ലാനിയെ കുറിച്ച് പറഞ്ഞല്ലോ. പാമ്പ്ലാനിക്കും BJP കേക്ക് കൊടുത്തപ്പോൾ അതിനെ എതിർത്ത CPM നവകേരള സദസ്സുകാലത്ത് പിണറായി വിജയൻ പോയിട്ട് അദ്ദേഹത്തെ കേക്ക് നൽകി ക്ഷണിച്ചില്ലേ? അദ്ദേഹത്തെ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ചില്ലേ? അപ്പൊ CPM ഇവിടെ അവസരവാദ സമീപനം കണക്കാക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല ശ്രീകുമാർ. കേക്ക് കൊടുക്കുന്നത് ആരാണ് എന്നതാണ് പ്രശ്നം. ഒരു സ്ഥലത്ത് കേക്ക് കൊടുക്കുന്നു, അപ്പുറത്ത് ആക്രമണം നടത്തുന്നു എന്നിടത്താണ് പ്രശ്നം. അല്ല, ഞാൻ പറഞ്ഞ ഈ കേക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും കേരളത്തിൽ ഇപ്പോഴത്തെ തലമുറ അംഗീകരിക്കില്ല സ്മൃതി. കേക്ക് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു അരമനയിൽ പോയിട്ട് ഒരു മധുരം കൊടുത്തു കഴിഞ്ഞാൽ ആ മധുരം കൊടുക്കുന്നവരൊക്കെ ആ പാർട്ടിയിൽ ചേരുന്നതാണോ? ഇവിടെ മാർ പാമ്പ്ലാനിയുടെ ചില നിലപാടുകളോട് കോൺഗ്രസിന് ഒട്ടും യോജിപ്പുണ്ടായിട്ടില്ല ചില ഘട്ടങ്ങളില്. കാരണം കോൺഗ്രസിന് മാത്രമല്ല, അങ്കമാലി എറണാകുളം അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം അദ്ദേഹം പണ്ട് BJP-ക്ക് MP-യെ കുറിച്ച് MP തരാമെന്ന് പറഞ്ഞപ്പോൾ വിമർശിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഒരു വികാരി, ഒരു യുവ വികാരി ഈ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവന, അത് ഏത് വികാരിയാണെന്ന് എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന എന്താണ്? ആ സമീപനം ശരിയല്ല എന്നുള്ള രീതിയിലല്ലേ? ശരിയാണ്. ഇവിടെ ഗോവിന്ദ മാഷ് മാർ പാമ്പ്ലാനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വ്യക്തമായിട്ടൊരു കാര്യത്തെ പറഞ്ഞിരുന്നു. ഞാന് ബോധപൂർവമാണ് പാമ്പ്ലാനിയുടെ പേര് പറയുന്നത് പറഞ്ഞിരുന്നു. ഈ ബോധപൂർവം എന്ന് പറയേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത്? ഒരു സഭയുടെ നിലപാടാണ് ആ പിതാവ് പറഞ്ഞതെങ്കിൽ ആ സഭയുടെ നിലപാട് തെറ്റാണ് എന്ന് പറയേണ്ടതിന് പകരം ഞാൻ ബോധപൂർവം ആ പേര് ഉന്നയിക്കുന്നെന്ന് പറയുമ്പോൾ വേറെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ. അവരുടെ പാർട്ടിയുടെ ചില അത് സഭയോടുള്ള പൊതു നിലപാടല്ല എന്നും വായിക്കാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയട്ടെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മേജർ ആർച്ച് ബിഷപ്പ് മുനമ്പത്ത് നടത്തിയ പ്രസംഗം എന്താണ്? അദ്ദേഹം പറഞ്ഞത് പരമ്പരാഗത ചിഹ്നത്തിൽ നിന്ന് മാറി ഞങ്ങൾ വോട്ട് ചെയ്യാൻ മടിയില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞാല് അദ്ദേഹം പറഞ്ഞ സഭാ നേതൃത്വം പറയുന്ന കാര്യങ്ങളും സഭാ വിശ്വാസികളുടെ രാഷ്ട്രീയം രണ്ടായിട്ട് കാണണം. ശരി, സഭാ നേതൃത്വത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് അവർ വ്യാഖ്യാനിച്ചോട്ടെ. ഞാനതിനെ കുറിച്ച് കൂടെ പറയുന്നത്, കാരണം എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്, സഭാ വിശ്വാസികൾക്ക് അറിയുന്ന വിഷയമാണ്. പക്ഷെ വിശ്വാസികളുടെ രാഷ്ട്രീയം എക്കാലത്തും ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിലകൊണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ ആ ദേശീയ പ്രസ്ഥാനമാണ് പല ഘട്ടങ്ങളിലും അവരെ കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇത് കാഴ്ചക്കാരായിട്ട് നിൽക്കാതെ മിണ്ടാതിരിക്കുന്നത്. എന്താണ് കാഴ്ചക്കാരാവേണ്ട കാര്യമില്ലാണ്. കോൺഗ്രസിന്റെ നിലപാട് സുവ്യക്തമാണ്. ഏതെങ്കിലും ബിഷപ്പ് പറയുമ്പോൾ അത് പിടിച്ചു പറയേണ്ടതല്ല. ഇന്നിപ്പോ DYFI എന്തിനാ CPM രംഗത്തിറക്കിയത്? വെറുതെ ഇറക്കിയതാണോ? അല്ല. DYFI കൊണ്ട് അഭിപ്രായം അറിയിക്കുന്നത് എന്തിനാണ്?
സഭയെ പേടിപ്പിക്കാൻ ആണോ? എനിക്ക് സംശയമുണ്ട്. കാരണം അല്ല ഡിവൈഎഫ്ഐക്ക് ഇവിടെ എന്താ കാര്യം? ശരി, സഭ പറയട്ടെ. ഫാദർ ഫിലിപ്പ് കവിയിലുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.